ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ 5th എപ്പിസോഡ് കഴിഞ്ഞു. നമുക്ക് അതിന്റെ ഒരു വിലയിരുത്തലിലേക്ക് പോകാം. 4 പേര് ഇന്നും ഔട്ടായി. 40 പേരിൽ നിന്ന് തുടങ്ങിയ അഗ്നി പരീക്ഷ ഇപ്പോൾ 28 പേരിൽ എത്തി നിൽക്കുകയാണ്. ഓരോ ദിവസം 4 പേര് വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തു പറയേണ്ടത് 2 പ്ലേയേഴ്സിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഒന്ന് വിശാഖ് വടശ്ശേരി. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ വൈശാഖ് വടശ്ശേരി എന്നാ പറഞ്ഞത്. ഓക്കെ, വിശാഖ് വടശ്ശേരി നമ്മൾ ആദ്യ വീഡിയോയിൽ തന്നെ ഈ വ്യക്തിയെ ശ്രദ്ധിച്ചതാണ്. അപ്പൊ നമ്മളൊരു പോസിറ്റീവ് കാര്യം പറഞ്ഞതുമാണ്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഗെയിംസ് കളിക്കുന്നു. ടാസ്കിൽ മൂപ്പർക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റും. ഭയങ്കര സ്പീഡാണ്, ഭയങ്കര അക്യുറേറ്റ് ആണ് എന്നത്. ഇന്നത്തെ മത്സരത്തിലും വിശാഖ് വടശ്ശേരി തന്നെയായിരുന്നു സ്റ്റാർ. അതായത് 2 ടീമുകളും ടൈ ആയപ്പോൾ ടൈ ബ്രേക്കറിൽ ഒരു ടീമിനെ റെപ്രസെന്റ് ചെയ്തത് വിശാഖ് വടശ്ശേരിയാണ്. ഒരു റോപ്പ് നോട്ട് ചെയ്യുന്നതായിരുന്നു അവർക്ക് ടാസ്ക്. അതായത് കയറ് കെട്ടുക, അത് എതിർ ടീമിന് ഊരിയെടുക്കാൻ പറ്റരുത്. ഏത് ടീമാണ് ഫസ്റ്റ് കിട്ടുന്നത് അവർ ജയിക്കും. ഇപ്പൊ വിശാഖ് ഉപയോഗിച്ച സ്ട്രാറ്റജി ആയാലും വേഗതയായാലും കിട്ടില്ലനായിരുന്നു. ഇന്നത്തെ മൊത്തം എപ്പിസോഡ് എടുത്തു നോക്കിയാലും വിശാഖിന്റെ പെർഫോമൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് നിന്നത്. അപ്പൊ നമ്മുടെ നിരീക്ഷണം കറക്റ്റ് ആണെന്ന് വിശാഖ് തെളിയിച്ചു. കാരണം പുള്ളിക്കാരൻ ഗെയിം വരുമ്പോൾ, ടാസ്ക് വരുമ്പോൾ ആള് പുലിയാണ്. പക്ഷെ വിശാഖിനോട് പറയാനുള്ളത്, വിശാഖ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗെയിംസ് വരുമ്പോൾ മാത്രമേ വിശാഖിനെ നമ്മൾ കാണുന്നുള്ളൂ. അത് പോരാ ബിഗ് ബോസിലെ യോഗ്യത നേടണമെങ്കിൽ. കാരണം എപ്പോഴും നമ്മൾ ഗെയിംസിൽ ജയിക്കണം എന്നില്ല. അപ്പൊ പരാജയപ്പെട്ടു പോയാൽ വിശാഖ് അന്നത്തെ ദിവസം ഇല്ല, എപ്പിസോഡിൽ ഇല്ല, സ്ക്രീൻ സ്പേസ് ഇല്ല. അപ്പൊ വിശാഖ് ചെയ്യേണ്ടത് ഗെയിംസും കാര്യങ്ങളും വരുമ്പോൾ ഇതുപോലെ തന്നെ പതിവ് പോലെ എങ്ങനെയാണ് വിശാഖ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുക. അതുകൂടാതെ വിശാഖിന്റെ വോയിസ് ലൗഡായിട്ട് ഞങ്ങൾക്ക് കേൾക്കണം. വിശാഖ് ശബ്ദം ഉയർത്തണം. ചില സ്ഥലത്ത് വിശാഖിനെ വരിക വെറുതെ ഇടപെടണം. കാരണം അതുകൂടി ആവുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും വിശാഖ് ഗെയിമും കളിക്കുന്നുണ്ട്, അവിടെ ആക്റ്റീവാണ്, സംസാരിക്കേണ്ടവിടെ പോലും വിശാഖ് സംസാരിക്കുന്നുണ്ട്. അപ്പോ ജനങ്ങൾക്ക് തോന്നും ഇവൻ ബിഗ് ബോസിൽ വേണമെന്ന്. ആ രീതിയിലേക്ക് വിശാഖ് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ വിശാഖിന് എത്തിപ്പെടാൻ പറ്റും. ജഡ്ജസിന് പെട്ടെന്ന് വിശാഖിനെ എഴുതി തള്ളാൻ പറ്റില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പറയേണ്ടത്, ഈ 5 എപ്പിസോഡ് കഴിഞ്ഞിട്ട് അണ്ടർ റേറ്റഡ് ആയി നിൽക്കുന്ന ഒരു പ്ലെയർ. കറക്റ്റായിട്ട് എനിക്കൊരു പേര് ഓർമ്മയില്ല, റെയ്ബിനോ അങ്ങനെ എന്താണ് പേര്. ഏതാണ് വ്യക്തി? പുള്ളിക്കാരൻ ആള് അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട്. വലിയ ഓവർ പെർഫോമർ ആയിട്ട് നിൽക്കണില്ല, അണ്ടർ പെർഫോമർ ആയിട്ട് നിൽക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ അണ്ടർ റേറ്റഡ് ടാഗ് ഒക്കെ കൊടുത്തത്. ഒരു ലെവലിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു പ്ലസ് പോയിന്റ്, പുള്ളിക്കാരെ ഭയങ്കര സപ്പോർട്ടീവാ. അതായത് ഇപ്പൊ 2 ദിവസമായിട്ട് ടീം ഗെയിം ആണ് നടക്കുന്നത്. ഒരു ടീമിൽ 8 ആളോ 10 ആളോ വരുമ്പോൾ 2 പേരായിട്ട് ഓരോരോ റൗണ്ട് ഇങ്ങനെ മത്സരിക്കുമ്പോൾ പുള്ളിക്കാരനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ കാണുന്നുള്ളെങ്കിലും നല്ല രീതിയിൽ ഇങ്ങനെ കൈയടിച്ച് സപ്പോർട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മത്സരം നല്ല സപ്പോർട്ടീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരന്റെ മത്സരം പുള്ളിക്കാരൻ മോശമല്ലാത്ത രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി. ആൾ അണ്ടർ റേറ്റഡ് ആണ്. ഒന്ന് ആഞ്ഞു പിടിച്ച സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടിയിട്ട് മുന്നോട്ട് വരാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഹീറോ വിശാഖ് വടശ്ശേരി തന്നെയാണ്. അപ്പൊ നമ്മുടെ ടോപ്പ് 3 നമുക്ക് കേൾക്കണ്ടേ. ഇപ്പൊ 5 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ലോളിറ്റ തന്നെയാണ് നിലവിൽ. രണ്ടാമത് രാകേഷ് ബ്രോ ആയിരുന്നു, അത് കുറഞ്ഞു. ഇപ്പൊ നിലവിൽ 2ാം സ്ഥാനം 3ാം സ്ഥാനം ആരുമില്ല. രാകേഷ് ബ്രോയും വിശാഖും ഒന്ന് ശ്രദ്ധയിലുണ്ട്. ലോളിറ്റ മാത്രമാണ് എതിരാളില്ലാതെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങളുടേത് പറ.